ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നെന്താ ദിവസം? ഇന്നൊരു മൺഡേ ആണ് കേട്ടോ. യൂഷ്വലി ഞങ്ങൾക്ക് മൺഡേ ഓഫ് കിട്ടാറില്ല. ഇന്ന് എനിക്ക് ഒരു പെൻഡിങ് കോംബോ ഓഫ് കിടക്കുന്നുണ്ടായിരുന്നു, 8 ഹോളിഡേയ്സിന്റെ. സോ അത് ഞാനും അർജുൻ ഇന്നെടുത്തു കേട്ടോ. സോ ഞങ്ങളിന്ന്, പിന്നെ എന്റെ ബ്രദറ് സോനു കൂടെ ഉണ്ട് ഇവിടെ. സോ ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചുമ്മാ ഒരു കറങ്ങൽ വ്ളോഗ്. ഐക്യയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ചിലപ്പോൾ ഞങ്ങൾ പ്ലാൻ ഓൺ ദ വേ മാറ്റാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇത്രയും നേരത്തെ പ്ലാനിങ് ഐക്യ തന്നെയാണ് കേട്ടോ. സോ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു 6 o'clock ആയി കേട്ടോ. ഇപ്പൊ എന്താണ്, ഡേ ടൈം ഒന്നും അധികം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ബിക്കോസ് ക്ലൈമറ്റ് അധികം ഒരു സുഖമുള്ള ക്ലൈമറ്റ് അല്ല കേട്ടോ. ടെമ്പറേച്ചർ നല്ല കൂടുതലാണ്. സോ നമുക്ക് ഡേ ടൈം വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത് മോൾസ് അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഈവൻ മോൾസ് ആണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യണമല്ലോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ പുറത്ത്. സോ ഇപ്പൊ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചൊന്ന് ഡൗൺ ആവും കമ്പാരിറ്റീവ്ലി. സോ ഈ ഒരു ടൈമാണ് പുറത്തേക്കൊക്കെ പോവാൻ ഏറ്റവും ബെറ്റർ കേട്ടോ. സോ ഞങ്ങള് റെഡി ആയി, ഇനി പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ബൈ. രണ്ടാളത്തെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. ഞാൻ ഷൂട്ട് ഇറങ്ങിയപ്പോ എനിക്ക് ഷൂ മാച്ച് അല്ല, ചെരുപ്പാണ് മാച്ച് എന്ന് സോനു, ഷൂ ആണ് മാച്ച് എന്ന് അർജു. പക്ഷെ ഞാൻ ഓൾറെഡി ഷൂട്ട് പോയി, ഞാൻ ഇനി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. സോ യു ആർ ഔട്ട്. അവരെന്നെ വളർത്താൻ നോക്കിയത്. വീണ്ടും ഞങ്ങൾ ഓ മൈ ഗോഡ്, നമ്മളിപ്പോ താഴോട്ടാണോ പോകുന്നത് മേലോട്ടാണോ? ഈ ഗ്രൗണ്ട് ഓപ്പണിംഗ് അമർത്തിയില്ല. ഗൈസ്, ഇന്നലെ ബീച്ചിൽ പോയ കലാപരിപാടികളാണ്. കാറിന്റെ ഉള്ളിൽ മൊത്തം പൂഴിയാണ്. എന്റെ സൊന്നയുടെ ഡ്രസ്സ് മൊത്തം പൂഴിയായത്, എന്റെ ഡ്രസ്സ് നല്ല. ഓക്കെ, ഞങ്ങൾ എപ്പോഴും പോവാറ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള ഐക്കിയയിലാണ് കേട്ടോ. ഈ തവണ ജബലലിയിലുള്ള ഐക്കിയയിലോട്ടാണ് പോകുന്നത്. അവിടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. നമ്മുടെ അവിടെ ഒരു ടെമ്പിൾ ഒക്കെ ഇല്ലേ, അതിന്റെ അടുത്തായിട്ട് വരും കേട്ടോ. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഫെസ്റ്റിവൽ സിറ്റി പ്ലാസ, കറക്റ്റ് അല്ലേ? ഫെസ്റ്റിവൽ പ്ലാസ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര കാമൻ ക്വയറ്റായിട്ടാണ് തോന്നുന്നത്. ആരെയും കാണാനില്ല. ഐക്യ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഐക്യന്റെ ഉള്ളിൽ കയറിയിട്ട് ചുമ്മാ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ചുമ്മാ അല്ലേ? കപ്പ കൊഞ്ചം എന്തായിരുന്നു ആ ഡയലോഗ് എന്ന് പറഞ്ഞേ? ഏത്? നമ്മുടെ റിയാസ് ഖാന്റെ. അതെങ്ങനെയായിരുന്നു പറഞ്ഞേ? അതിപ്പോ എങ്ങനെയാ പറയാ? പറയേ. കപ്പോ എന്നാ, കപ്പയോ കൊഞ്ചോ കള്ളോ കരിമീനോ എന്താന്ന് വെച്ചാ പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. അടിച്ചുകറി വാ, അടിച്ചുകറി വാ പറ. അടിച്ചുകറി വാ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി ഇവിടെ നോക്കട്ടെ എന്തൊക്കെയാ. ഐക്കിയ സത്യം പറഞ്ഞാല് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് ഹാങ് ഔട്ട് സ്പോട്ട് പോലെയാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കാം, ഷോപ്പ് ചെയ്യാം, ഇരിക്കാം, കിടക്കാം, അങ്ങനെ ഒരു സെറ്റപ്പാണ്. അതിൽ ഹോൾ ഹൗസ് പോലെയാണ് അവർ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ നടന്ന് കാണാനും ഷോപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇവരുടെ ഈ ബാൽക്കണി സെറ്റിങ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഷോപ്പിംഗ് പ്ലാൻ ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ മിക്ക തവണ ഐക്കിയയിലേക്ക് പോവാറ് കേട്ടോ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പല പല സാധനങ്ങൾ നമ്മുടെ കണ്ണിൽ പെടും കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ മിക്ക ഷോപ്പിങ്ങും നടക്കുന്നത്. പ്ലാൻഡ് ആയിട്ട് ഞങ്ങൾ പോയി ഷോപ്പ് ചെയ്തത് എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ ബെഡും അങ്ങനെ വീട്ടിലേക്കുള്ള ഫർണിച്ചർ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ബാക്കിയെല്ലാം ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ പോയിട്ട് വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളാണ്. എനിക്ക് ഇഷ്ടമാണ് ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ നടന്നിട്ട് ഈ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് ഐക്കിയെന്ന് വാങ്ങിച്ച ഒരുപാട് ഐറ്റംസ് വീട്ടിലുണ്ട്. ഞാൻ എപ്പോൾ ഇവിടെ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഞാൻ വാങ്ങിക്കും കേട്ടോ. ഞങ്ങൾ പുറത്തേക്ക് വന്നേ. ഞങ്ങൾ ഓൺ ദ ക്യൂ, ഞങ്ങൾ ക്യൂവിലാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നോക്കട്ടെ. നിനക്ക് എന്താ വേണ്ടേ? ഐക്കിയയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഫുഡ് കോർട്ടിൽ നിന്ന് ഇതുവരെ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ അതിങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊണ്ടുപോകുമായിരുന്നു. നെക്സ്റ്റ് ടൈം കഴിക്കാം എന്നുള്ളത്.
എപ്പോൾ പോകുമ്പോഴും ഒന്നുകിൽ ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആ പെൻഡിങ്ങിൽ ഇരുന്ന ഒരു കാര്യം കൂടെ ഇന്ന് അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. പിന്നെ സോനും കൂടെ ഉണ്ടല്ലോ, അവനും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, കുറേ സാലഡ്സ് ഉണ്ട്, സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, ഈ ഡോണറ്റ്സ്, മഫിൻസ്, പിന്നെ കുറേ സാൻഡ്വിച്ചസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. സാൻഡ്വിച്ച്, സ്ട്രോബെറി, എന്താണത്, അസോർട്ടഡ് മോസ്പോട്ട്, കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മധുരമുള്ളതൊന്നും കഴിക്കാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഡോണറ്റ്സ്, മഫിൻസ്, ഇവിടെയാണ് നമ്മുടെ ഐറ്റംസ്. സൽമൺ അല്ലേ? സൽമൺ. You can take salmon fillet. Yeah. ഇത് സെറ്റ് വാങ്ങാം, രണ്ട് സെറ്റ് വാങ്ങാം. ഇത് ഒന്നുകൂടെ വാങ്ങിയാലോ? കൈ പിടിച്ചോ, സൊന്നാത് പിടിച്ചോ. പറയാം. ഞങ്ങൾ ഒരു സെറ്റും കൂടെ വാങ്ങിക്കുന്നുണ്ട്, 2 എണ്ണം ടോട്ടൽ വാങ്ങിക്കുന്നുണ്ട്. Potato, vegetables. Yay! Yeah, please. This bread is hot. Chicken wings. Take this one. This one? Yeah. All right. Wow. Okay. Okay. ഡൈനാമിക് ഷ്രിമ്പിന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും നോക്കട്ടെ. ഇല്ല, കഴിഞ്ഞു. അവര് നോക്കുന്നുണ്ടോ ഉണ്ടോന്ന്. കൊറേ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്, എല്ലാം കഴിക്കുമോ എന്തോ അറിയില്ല. ഞങ്ങള് ഇത് വാങ്ങിച്ചു. പിന്നെ സാൽമൺ വാങ്ങിച്ചു, സാൽമൺ ഫില്ലറ്റ് with crushed potato and vegetables. ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. സാൽമൺ ഫില്ലറ്റ്, വെജിറ്റബിൾസ് ആൻഡ് പൊട്ടേറ്റോ, ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മന്തി കൂടെ പറയട്ടെ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇവിടുന്ന് ചൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒരു ട്രേസും പിന്നെ ഒരു ട്രോളിയും കൂടി ഉണ്ടാവും കേട്ടോ. അതിൽ നമുക്കിതിങ്ങനെ ഫുഡ് നമുക്കിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് ബില്ല് ചെയ്ത ശേഷം നമുക്ക് പുറത്ത് പോയിരുന്ന് കഴിക്കാം കേട്ടോ. എന്റെ നമ്പർ സോനോ. ഈ ബില്ലിംഗ് കൗണ്ടറിന്റെ പുറകിലായിട്ടാണ് കേട്ടോ അവർ കട്ട്ലറീസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അവിടെ പോയിരുന്നിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ പ്ലേറ്റ്സും ഈ ട്രെയിൽ തന്നെ എടുത്തിട്ട് അതിന് വേറൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ, അവിടെ നമുക്ക് കൊണ്ടുവയ്ക്കാവുന്നതാണ്. ഞങ്ങൾ ഈ പുറകിലുള്ള സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഈ ഫസ്റ്റ് ടൈം ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി ഉണ്ട് കേട്ടോ. സാൽമൺ ഫില്ലറ്റ്സ് ഒക്കെ നമ്മൾ നോർമലി കഴിക്കുന്നത് തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മൾ പുതിയൊരു സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒക്കെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ട്രെയിൻ എടുക്കാൻ പറ്റും. ട്രെയിൻ അടിയത്തെ ട്രെയിൻ മൊത്തത്തിലെടുത്തു വീടല്ലേ. ഇത് മറ്റേ ദിലീപ് ട്രെയിനിൽ നിന്ന് തണ്ണിമത്തന്ന് എടുത്ത സീൻ പോലെ ഉണ്ട്. തണ്ണിമത്തനോ ഇളനീര് കോക്കനട്ട്. ദിസ് ഈസ് സോനു, അത് ആദിക് ശങ്കർ. ഫുഡെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ ടേബിളിൽ സെറ്റ് ആയിട്ടുണ്ട്, കഴിക്കാൻ പോവാണ് കേട്ടോ. വാങ്ങിച്ചെന്താ ഞാൻ പറഞ്ഞത്, സാൽമൺ ഫില്ലറ്റ്സ് ഉണ്ട്, ഡൈനാമിക് ഷ്രിംപ്സ് ഉണ്ട്, ചിക്കൻ വിങ്സ് ഉണ്ട്, പിന്നെ കുറച്ച് റൈസ് ഉണ്ട്, മന്തി താങ്കൾക്ക്, പിന്നെ ഇതിന്റെ സൈഡ് ആയിട്ടുള്ള കുറെ സോസ് ഒക്കെ ഉണ്ട്. സോ യാ, കഴിക്കാൻ തുടങ്ങട്ടെ. എങ്ങനെയാ തുടങ്ങിയ സമയം ഏതാ സ്റ്റാർട്ട് ഏതിൽ വെച്ചാ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അങ്ങനെയല്ല
ഫോന് ഇഷ്ടപ്പെട്ടോ? ഫോന് ഇഷ്ടപ്പെട്ടോ? എവിടെ കാണിച്ചേ? ഇന്നും പ്രത്യേകിച്ച് പ്ലാനുകൾ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ കണ്ടോ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എപ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വാങ്ങിപ്പോകും. അവർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ എല്ലാം ഓർഗനൈസ് ഒക്കെ ചെയ്ത് വച്ചേക്കുന്നത്. ഇത് അവിടെ കൊണ്ടുവച്ചു. ഞാൻ പിന്നെ എത്ര ക്ലോസ് ചെയ്തോ? ഗായ്സ്, ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇനി വീട്ടിലേക്കല്ല, നേരിട്ട് വീട്ടിലേക്ക്. ഇന്നത്തെ ഡേ കൊറേ നേരം വന്നിട്ട് കൊറേ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നു, കൊറേ ഷോപ്പ് ചെയ്തു, ഫുഡ് കഴിച്ചു. സൊന്ന, നീ എൻജോയ് ചെയ്തില്ലേ? സൊന്നയ്ക്ക് ആക്ച്വലി മടുത്തു കേട്ടോ നടന്നിട്ട്. അവന് നാട്ടിൽ ഇത്രയും നടന്നു ശീലമല്ലല്ലോ. സോ ഇത് കൊള്ളാല്ലേ, ഈ വോള് കൊള്ളാം, നിറയെ ഇലകൾ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഓക്കെ ഗായ്സ്, നമുക്ക് പോവാം. വാ, അരെ വാ. നമ്മൾ ഇതല്ലേ കഴിച്ചത്? ഞങ്ങൾ ഇതാണ് കേട്ടോ കഴിച്ചത്. എടാ, അതിലിതുണ്ട്, പൊട്ടുന്ന സാധനങ്ങൾ ഉണ്ടടാ. കിച്ചൺ മാറ്റ്, ഡോർ മാറ്റ്, കിച്ചൺ മാറ്റ്, ഡോർ മാറ്റ്, ചാർജർ, പിന്നെ വേറെ എന്തൊക്കെയോ വാങ്ങിയല്ലോ കുറച്ച്. ഓക്കെ, ആഹാ, പിന്നെ പിന്നെ അത്രയ്ക്കുള്ളൂ തോന്നുന്നു. അത്രയൊക്കെ ഉള്ളു അല്ലേ? അത്രയൊക്കെയാണ് ഗായ്സ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇനി വീട്ടിലേക്ക് പോവാണ്. ഇനിയൊന്നുമില്ല, ഡയറക്റ്റ് വീട്ടിലേക്കാണ് കേട്ടോ. ആ, കിട്ടി. ഗായ്സ്, ഇന്നത്തെ വ്ലോഗ് അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. സോ അടുത്തൊരു വ്ലോഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.